ഇന്ത്യയിൽ നിരവധി മാനുഷികമായ സ്ഥലങ്ങളുണ്ട്. അത്തരത്തിലുള്ള സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ അതിൽ മുൻപന്തിയിലുണ്ടാകുന്ന ഒരു പേരാണ് രാജസ്ഥാനിലുള്ള ബാങ്കഡ് ഫോർട്ട്. ഈ ഒരു ഫോർട്ട് അറിയപ്പെടുന്നത് പ്രേതങ്ങളുടെ താഴ്വര എന്നാണ്. പ്രേതാത്മാക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഫോർട്ടാണ് ഇതെന്നാണ് വിശ്വാസം. മാത്രമല്ല, ശാപം കിട്ടിയ ഫോർട്ടെന്നും ഇതിന് മറ്റൊരു പേരുണ്ട്. ഈ ഒരു ഫോർട്ടിലേക്കുള്ള പ്രവേശനം വൈകുന്നേരം 6 മണിക്ക് ശേഷം സർക്കാർ പോലും വിലക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ഫോർട്ട് ഇത്രത്തോളം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? ഇന്ത്യയിലെ ഏറ്റവും ഭയങ്കരമായി കണക്കാക്കപ്പെടുന്ന ഒരു കോട്ടയുടെ ചരിത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. രാജസ്ഥാനിലെ അൽവാർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഭംഗാർ കോട്ട പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർക്കും ടൂറിസ്റ്റുകൾക്കും താല്പര്യം ജനിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ ഇവിടെയുള്ള രഹസ്യങ്ങൾ, ഐതിഹ്യങ്ങൾ, ഇതിന്റെ ചരിത്രം എന്താണ്? അവിടെയുള്ള ഓരോ ചുവരിലും മറഞ്ഞിരിക്കുന്നത് ചരിത്രത്തിന്റെ ആരവങ്ങളും രക്തത്തിൽ എഴുതിയ രഹസ്യങ്ങളുമാണ്. ജയ്പൂർ നഗരത്തിനും അൽവാറിനും ഇടയിലുള്ള ഫരിസ്ക വന്യജീവി സങ്കേതത്തിൽ നിന്നും 50 കിലോമീറ്റർ അകലെയായിട്ടാണ് ഭംഗാർ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു കോട്ട നിർമ്മിച്ചിരിക്കുന്നത് 1573 തന്റെ ഇളയ മകൻ മധോസിംഗിന് വേണ്ടി ആംബറിലെ കച്ച്വാഹ ഭരണാധികാരിയായ രാജ ഭഗവത് സിംഗ് ആണ് ഈ ഒരു കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബാങ്കഡ് ഫോർട്ടിനെ ചരിത്രപരമായി പരിശോധിച്ചാൽ 1720 വരെയും ഏകദേശം 9000-ഓളം വീടുകൾ ഈ രാജകൊട്ടാരത്തിന് പുറമെ ഉണ്ടായിരുന്നു. പിന്നീട് ജനസംഖ്യ കുറയുകയും അങ്ങനെ അവസാനം എല്ലാം ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് ആവുകയും ചെയ്തു. ഇത് കൂടാതെ ഈ കോട്ടയെ സംരക്ഷിക്കാൻ 3 കോട്ടകളും 5 കൂറ്റൻ കവാടങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇതൊക്കെ നശിച്ചു പോവുകയാണ് ഉണ്ടായത്. മാത്രവുമല്ല, ഈ കോട്ടയിൽ ഹവേലികൾ, അമ്പലങ്ങൾ, ചന്തകൾ ഇവയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമുക്കവിടെ കാണാൻ കഴിയുക അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളാണ്. പ്രധാന കവാടത്തിന് പുറമെ കോട്ടയ്ക്ക് 4 പ്രവേശന കവാടങ്ങൾ ഉണ്ടായിരുന്നു. പ്രധാന കവാടത്തിന് പുറമെ കോട്ടയ്ക്ക് 4 പ്രവേശന പോയിന്റുകൾ കൂടെ ഉണ്ടായിരുന്നു. ലഹോലി ഗേറ്റ്, അജ്മേരി ഗേറ്റ്, പുൽബാരി ഗേറ്റ്, ഡൽഹി ഗേറ്റ് എന്നിങ്ങനെയാണ് അവ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് അവിടെ അതൊക്കെ അവശിഷ്ടങ്ങളായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. മുന്നേ പറഞ്ഞതുപോലെ ഈയൊരു കോട്ടയിൽ നിരവധി ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നുവെന്ന്. അതിൽ പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്ന ചില ക്ഷേത്രങ്ങളാണ് ഗോപിനാഥ് ക്ഷേത്രം, സോമേശ്വര ക്ഷേത്രം, കേശവറായ് ക്ഷേത്രം, മംഗളദേവി ക്ഷേത്രം, ഗണേശ ക്ഷേത്രം ഇവയൊക്കെ. ഈ ക്ഷേത്രങ്ങൾ 17-ാം നൂറ്റാണ്ടിലെ വാസ്തുവിദ്യയുടെയും സൃഷ്ടിപരതയുടെയും ഉദാത്തമായിട്ടുള്ള ഉദാഹരണങ്ങൾ കൂടിയാണ്. എല്ലാ ക്ഷേത്രങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് നാഗര ശൈലിയിലുള്ള വാസ്തുവിദ്യ ഉപയോഗിച്ചാണ്. ഇവിടെ ക്ഷേത്രങ്ങൾക്കൊപ്പം പറയേണ്ട ഒന്നാണ് ഹവേലികൾ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഹൗസ് അല്ലെങ്കിൽ മാൻഷൻ എന്നാണ്. പഴയ കാലഘട്ടത്തിലുള്ള വലിയ വലിയ വീടുകളുമൊക്കെയാണ് ഈ ഹവേലികൾ എന്നറിയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള നിരവധി ഹവേലികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പ്രധാനമായും 2 ഹവേലികൾ എടുത്തു പറയേണ്ടതുണ്ട്. അതിൽ ഒന്ന് പുരോഹിത് കി ഹവേലി. ഈ ഹവേലി എന്നത് നേരത്തെ പറഞ്ഞ ഗോപിനാഥ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ ക്ഷേത്ര സമുച്ചയത്തിൽ ഒരു പ്രധാന പുരോഹിതന്റെ വസതിയുണ്ട്. ഇതിനെയാണ് പുരോഹിത് കി ഹവേലി എന്നറിയപ്പെടുന്നത്. ഇത് കൂടാതെയുള്ള മറ്റൊരു ഹവേലി നർത്തകിയോൻ കി ഹവേലിയാണ്. ഈ ഒരു ഹവേലി നൃത്തം ചെയ്യുന്ന പെൺകുട്ടികൾ താമസിച്ചിരുന്ന ഒരു മാൻഷനായിരുന്നു. ഇത് കൂടാതെ ഈ കോട്ടയിലുള്ള രാജകൊട്ടാരത്തിന് 7 നിലകളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ 4 മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ബാക്കി മുഴുവനും നശിച്ച അവസ്ഥയിലാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു കോട്ട ഇത്രത്തോളം തകർന്നു പോയത്? നേരത്തെ പറഞ്ഞ വസ്തുതകൾ വെച്ച് നോക്കിയാൽ ഈ കോട്ട അത്രയും സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന വലിയ രീതിയിലുള്ള ഒരു കോട്ടയായിരുന്നു. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള നാശം ഇതിന് സംഭവിച്ചത്? ചരിത്രരേഖകൾ പറയുന്നത് 1783 ദുരിതങ്ങളും യുദ്ധങ്ങളും കൊണ്ട് ജനങ്ങൾ ഇവിടം വിട്ടു പോയി എന്നാണ്. കൂടാതെ ചരിത്രകാരന്മാർ പറയുന്നത് ഭൂകമ്പം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം കൊണ്ട് കോട്ട നശിച്ചു പോയിട്ടുണ്ടാകാം എന്നാണ്. പക്ഷേ ഐതിഹ്യങ്ങൾക്ക് പറയാൻ മറ്റൊരു കഥയുണ്ട്. ഒന്നല്ല, 2 കഥകളാണ് പറയാനുള്ളത്. ഈ കോട്ടയെ ശാപം കിട്ടിയ കോട്ട എന്ന് പറയുന്നതും ഈ 2 കഥകളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്നാമത്തെ കഥ റാണി രത്നാവതിയുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊരു കഥ ഒരു സാധുവുമായി ബന്ധപ്പെട്ടതാണ്.
ഈ 2 കഥകളാണ് ഈ കോട്ടയെ ചുറ്റിപ്പറ്റി ആളുകൾക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കഥ രത്നാവതിയുടേത്. ഭാങ്കഡിലെ രാജകുമാരിയായിരുന്നു രത്നാവതി. വളരെയധികം സൗന്ദര്യമുള്ളവളും അതുപോലെ ബുദ്ധിശാലിയുമായിരുന്നു അവൾ. ഒരുപാട് ആളുകൾ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അക്കൂട്ടത്തിൽ ഒരു മാന്ത്രികനും ഉണ്ടായിരുന്നു. അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന്, അവളുടെ ഹൃദയം കീഴടക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു. അതിനായി ഒരു ദിവസം അയാൾക്കൊരു അവസരവും വീണ് കിട്ടി. അതായത് ഈ രാജകുമാരിയുടെ വേലക്കാരി സുഗന്ധദ്രവ്യം വാങ്ങാൻ പോകുന്നത് ഇയാൾ കണ്ടു. ഇതാണ് അവസരമെന്ന് മനസ്സിലാക്കിയ മാന്ത്രികൻ ഈ സുഗന്ധദ്രവ്യങ്ങളുടെ കൂട്ടത്തിൽ മന്ത്രം ചെയ്ത ഒരു സുഗന്ധദ്രവ്യവും അയാൾ ചേർത്തു. അതായത് രാജകുമാരി തന്നെ സ്നേഹിക്കാൻ ആവശ്യമായ ഒരു മന്ത്രമായിരുന്നു അയാൾ ചെയ്തത്. പക്ഷെ ഈ സുഗന്ധദ്രവ്യം അല്ലെങ്കിൽ ഈ അത്തർ രാജകുമാരിയുടെ കയ്യിൽ എത്തിയ സമയം അപ്പോൾ തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി. അതോടുകൂടി അവൾ അത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അത് ഒരു പാറയിൽ ചെന്ന് വീണു. പാറയിൽ സുഗന്ധദ്രവ്യം വീണതോടുകൂടി ആ മരുന്നിന്റെ പവർ ആ പാറയ്ക്ക് ലഭിച്ചു. അങ്ങനെ ഈ പാറ ഉരുണ്ട് ചെന്ന് ഈ മാന്ത്രികന്റെ ദേഹത്തേക്ക് ചെന്ന് വീണു. അങ്ങനെ ആ മാന്ത്രികൻ മരിക്കുകയും ചെയ്തു. പക്ഷേ തൻ്റെ മരണത്തിന് തൊട്ടു മുൻപ് അയാൾ ആ കൊട്ടാരത്തെയും രാജകുമാരിയെയും ശപിച്ചു. മുഴുവനും നശിച്ചു പോകുന്ന രീതിയിലായിരുന്നു അയാളുടെ ശാപമുണ്ടായത്. ഭംഗാർ ശ്മശാനമാകട്ടെ എന്നായിരുന്നു അയാളുടെ ശാപം. അതിൻ്റെ ഒരു ഫലമായാണ് ഈ കോട്ട ഇങ്ങനെ ആയത് എന്നാണ് ഒരു കഥ. രണ്ടാമത്തെ കഥ ഒരു സന്യാസിയുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിന്റെ പേര് ബാബ ബലൗനാഥ് എന്നാണ്. രാജാവ് ബാങ്ക്ഹട്ടിൽ ഈ ഒരു കോട്ട നിർമ്മിക്കാൻ തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ ആ ഒരു പ്രദേശം ബാബ ബലൗനാഥിന്റെ ധ്യാന കേന്ദ്രമായിരുന്നു. അങ്ങനെ കോട്ട നിർമ്മിക്കുന്നതിന് മുൻപ് തന്നെ രാജാവ് ഈ തപസ്യു ബാലുനാഥിനോട് ഒരു അനുമതി തേടി. പക്ഷെ അയാൾ പറഞ്ഞത് കോട്ടയോ അതിനുള്ളിലെ ഏതെങ്കിലും കെട്ടിടമോ തൻ്റെ വീടിനേക്കാൾ ഉയരരുത് എന്നും ഏതെങ്കിലും കെട്ടിടത്തിന്റെ നിഴൽ തൻ്റെ തപോഭൂമിക്ക് മുകളിൽ വീഴരുത് എന്നും അയാൾ പറഞ്ഞു. അത്തരത്തിൽ സംഭവിച്ചാൽ അത് ഈ ഒരു കോട്ട നശിക്കുന്നതിന് കാരണമാകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഈ ഒരു വ്യവസ്ഥയിലായിരുന്നു അന്ന് ആ ഒരു സാധു കോട്ടയുടെ നിർമ്മാണത്തിന് അനുമതി നൽകിയത്. എന്നാൽ മധോ സിംഗിന്റെ ചെറുമകനായ അജബ് സിംഗ് ഈ ഒരു മുന്നറിയിപ്പ് അവഗണിച്ചു. കോട്ടയുടെ ഉയരം വളരെയധികം ഉയർത്തി. തൽഫലമായി സന്യാസിയുടെ വീടിന് മുകളിൽ നിഴൽ വീണു. അങ്ങനെ ഈ ഒരു നഗരം നശിക്കുന്നതിന് ഇതൊരു കാരണമായി എന്നും മറ്റൊരു കഥ പറയുന്നുണ്ട്. അന്നു മുതൽ ഭംഗാർ ശൂന്യമായി. ശാപം പ്രവർത്തിച്ചതായും എല്ലാവരും വിശ്വസിക്കുന്നു. ഈ 2 കഥകളും ഭംഗർ കോട്ടയുടെ തകർച്ചയുമായി ബന്ധപ്പെട്ട് ആളുകൾ പറയുന്ന ഒന്നാണ്. മാത്രമല്ല ഈ 2 കാര്യങ്ങളെയും കണക്ട് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പറയാറുണ്ട്. അതായത് ഇത്തരത്തിൽ ഈ കോട്ട നശിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ മരിച്ചു പോവുകയും അവർ പ്രേതങ്ങളായി മാറുകയും ചെയ്തു എന്നും പറയുന്നു. ഇത്തരത്തിലാണ് ഈ ഒരു കോട്ട ശാപം കിട്ടിയ കോട്ടയായും പ്രേതങ്ങളുള്ള ഒരു കോട്ടയായും അറിയപ്പെടുന്നത്. ഇത്തരം വിശ്വാസങ്ങളെയും മിത്തുകളെയും ഒക്കെ ഒരു ഭാഗത്ത് നിർത്തിയാൽ ചരിത്രം പറയുന്നത് മറ്റൊന്നാണ്. 1783 ഒരു ക്ഷാമമാണ് ഇവരെയൊക്കെ ഇവിടെ നിന്ന് മാറ്റിയത് എന്നാണ്. ചരിത്രപരമായി ആ ഒരു കാര്യങ്ങൾക്കാണ് നമുക്ക് തെളിവുകളും ലഭിക്കുന്നത്. എന്നിരുന്നാലും പ്രേതവിശ്വാസം അവിടുത്തെ ഗ്രാമീണർക്കിടയിൽ ഇന്നും ശക്തമാണ്. രാത്രിയായാൽ പല ശബ്ദങ്ങളും അവിടെ നിന്നും കേൾക്കാറുണ്ടെന്ന് പലരും സാക്ഷ്യപ്പെടുത്തുന്നു. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ആരെയും ഈ ഭാങ്കർ കോട്ടവളപ്പിലേക്ക് കടക്കാൻ അനുവദിക്കില്ല. ഭാങ്കർ കോട്ടയിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സന്ദർശകർ വൈകുന്നേരം 6 മണിക്ക് മുൻപ് തന്നെ കോട്ടയിൽ നിന്നും പുറത്തേക്ക് പോകണം. സർക്കാർ തന്നെയാണ് ഇത്തരം ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിരിക്കുന്നത്. സന്ധ്യയ്ക്ക് ശേഷം കോട്ടയിൽ നിന്നും അലയടിക്കുന്ന ശബ്ദങ്ങൾ, വിലാപങ്ങൾ എന്നിവയുടെ റിപ്പോർട്ടുകളുണ്ട്. ഭാങ്കർ കോട്ടയിൽ രാത്രി ആത്മാക്കൾ വിഹരിക്കുന്നതായി അഭ്യൂഹങ്ങളും ശക്തമാണ്. ആളുകൾ പലപ്പോഴും സ്ത്രീകളുടെ നിലവിളിയും കരച്ചിലും കേൾക്കുന്നു. മുറികളിൽ വളകളുടെ ശബ്ദം, ചിലരുടെയൊക്കെ സംസാരം, ഒരു പ്രത്യേക മണം അനുഭവപ്പെടുന്നത് പോലെയുള്ള വിചിത്രവും അവിശ്വസനീയമായ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നതായി ചിലർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സന്ധ്യ കഴിഞ്ഞാൽ ഇത്തരം വിചിത്രമായ സംഭവങ്ങളായിരുന്നു ആ കോട്ടയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരുന്നത്. പ്രേത നിഴലുകൾ, വിചിത്രമായ വെളിച്ചങ്ങൾ, അസാധാരണമായ സംഗീത ശബ്ദം, നൃത്തം എന്നിവയൊക്കെയും ഈ കോട്ടയിൽ നിന്നും ആളുകൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള കഥകളുണ്ട്. സൂര്യാസ്തമയത്തിന് ശേഷം കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ച് ആ രാത്രി അവിടെ തങ്ങാൻ ശ്രമിക്കുന്നവർ പിറ്റേന്ന് പ്രഭാതം കാണില്ല എന്നും പറയപ്പെടുന്നു. കൃത്യമായ ചരിത്ര വസ്തുതകളും തെളിവുകളും ഉണ്ടെങ്കിൽ തന്നെയും ആളുകൾക്ക് ഭംഗട്ട് ഇന്നും ഒരു പ്രേതകോട്ടയാണ്. ബോളിവുഡ് സിനിമകളിലും ഡോക്യുമെന്ററികളിലും ഈ കോട്ടയെ ഇന്ത്യയിലെ ഏറ്റവും ഭയങ്കരമായ സ്ഥലം എന്നാണ് പരാമർശിക്കുന്നത്. അടുത്ത ഈ ശാസ്ത്രീയ വിശദീകരണവും ചരിത്രകാരന്മാരും പറയുന്നത്
ഭൂകമ്പം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം കൊണ്ട് ഈ കോട്ട നശിച്ചു പോയതാകാമെന്നാണ്. കൂടാതെ ഈ ഭൂതപ്രേത അനുഭവങ്ങളെക്കുറിച്ച് ശാസ്ത്രം പറയുന്നത് ഇരുട്ടിനോടുള്ള ഭയം അല്ലെങ്കിൽ ഐതിഹ്യങ്ങൾ മനസ്സിൽ ചെലുത്തുന്ന ഒരു സ്വാധീനം, ഇതെല്ലാമൊക്കെ കൊണ്ടായിരിക്കാം ജനങ്ങളത് ഒരു പക്ഷേ ഭൂതമായിരിക്കാം, പ്രേതമായിരിക്കാം എന്നൊക്കെ വിശ്വസിക്കുന്നത്. എന്തായാലും ഈ ഭംഗർ സന്ദർശിക്കുന്നവർക്ക് ഒരു കാര്യം തീർച്ചയായും അനുഭവിക്കാൻ കഴിയും: ചരിത്രത്തിന്റെ ശ്വാസം, പുരാണത്തിന്റെ നിറം, രഹസ്യത്തിന്റെ തണുപ്പ്. സത്യം പറഞ്ഞാൽ ഇതൊരു കോട്ട മാത്രം അല്ല, ഒരു സമയത്തിന്റെ സത്യം, ഒരു ശാപത്തിന്റെ സത്യം. മനുഷ്യന്റെ അഹങ്കാരത്തിന് പ്രകൃതി നൽകിയ പാഠം. ഇന്നും ഭംഗാർ കോട്ട നിലകൊള്ളുന്നത് ഒരു ചോദ്യചിഹ്നമായിട്ടാണ്. ചരിത്രവും പുരാണവും എവിടെയാണ് കൂടിക്കലർന്നത് എന്നറിയാതെ. ഈ ഒരു കോട്ടയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അടുത്ത തവണ രാജസ്ഥാനിലോട്ട് യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഒരു കോട്ട സന്ദർശിക്കാൻ നിങ്ങൾ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസാണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.